നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി വന്ന കാര്യം പറഞ്ഞോളൂ. എന്റെയും മഹിയേട്ടന്റെയും വിവാഹ തീയതി നിശ്ചയിച്ചു. വിവാഹം മുടക്കാൻ ഗൗരിയുടെ ആത്മാവ് എന്തെങ്കിലും ചെയ്യുമെന്നൊരു ഭയം എനിക്കുണ്ട്. അന്ന് നടത്തിയ പൂജ ഫലം കണ്ടില്ലല്ലോ. ഗൗരിയുടെ ആത്മാവിനെ ബന്ധിക്കാനും നമുക്ക് കഴിഞ്ഞില്ല. ഗൗരി ഇപ്പോൾ കൂടുതൽ ശക്തിയായിട്ടുണ്ടാവാം. അവളെ ഇനി ബന്ധിക്കണമെങ്കിൽ കടുത്ത ക്രിയകൾ വേണ്ടിവരും. എന്ത് ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല, അവള് കല്യാണം മുടക്കരുത്. അത് മതി എനിക്ക്. ഗൗരി ഇപ്പോൾ ഇരട്ടി ശക്തി പ്രാപിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, അവളിപ്പോൾ പ്രതികാരദാഹിയായി മാറിയിരിക്കുകയാണ്. ശക്തമായ ക്രിയകൾ നടത്തി ഗൗരിയെ ബന്ധിച്ചില്ലെങ്കിൽ കല്യാണം മുടക്കുമെന്ന് മാത്രമല്ല, അവൾ നിങ്ങളെയെല്ലാം ഇല്ലാതാക്കാനും സാധ്യതയുണ്ട്. എങ്കിൽ ഇന്ന് തന്നെ എന്താന്ന് വെച്ചാ ചെയ്യാൻ ഗുരുവമ്മ. അങ്ങനെ ചെയ്താ പോരാ. അമാവാസി നാൾ രാത്രി വീട്ടിൽ വെച്ച് പൂജ ചെയ്ത് അവളെ ബന്ധിക്കണം. ആ പൂജയ്ക്ക് മാഹി ഉണ്ടാവണം. മഹിയേട്ടനെ എന്തെങ്കിലും പറഞ്ഞ് സമ്മതിപ്പിക്കാം. പക്ഷെ ഇത്തവണ അവള് രക്ഷപ്പെടാൻ പാടില്ല. ഞാൻ പറയുന്നതെല്ലാം ചെയ്താൽ അവളിനി രക്ഷപ്പെടില്ല, അത് ഉറപ്പ്. മഹി, എന്താ? അത് ഇവിടെ വച്ചൊരു പൂജ നടത്തണം. പൂജയോ? അതെ, ഇവിടെ ഒരു വിവാഹം നടക്കാൻ പോവല്ലേ. കണ്ണീറും ദൃഷ്ടിദോഷവും ഒക്കെ ഒരുപാടുണ്ടാവും. അതെല്ലാം മാറി വീട്ടിൽ ഐശ്വര്യം നിറയാൻ പൂജ നടത്തണം. പിന്നെ തടസ്സങ്ങളൊന്നും ഉണ്ടാവാതെ വിവാഹം നടത്താനും നിന്റെയും ശ്രേയയുടെയും ദാമ്പത്യം വിജയകരമാവാനും ഈശ്വരാധീനം വേണം. അതിനെല്ലാം കൂടിയാ ഈ പൂജ ചെയ്യുന്നത്. കുറച്ചുനാൾ മുമ്പല്ലേ നമ്മളിങ്ങനെ ഒരു പൂജ ചെയ്തത്. ഈ എപ്പോഴും ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതൊക്കെ നല്ലതിന് വേണ്ടി ചെയ്യുന്നതല്ലേ. ആ ശരി, അമ്മയുടെ ഇഷ്ടം പോലെ നടക്കട്ടെ. ഈ പൂജയിൽ നീയും ശ്രേയയും ഒന്നിച്ചുണ്ടാവണം. എന്നാലേ പൂജയുടെ പൂർണ്ണഫലം ഉണ്ടാവൂ. എനിക്ക് ഓഫീസിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. അത് നീ ആരെങ്കിലും ഏൽപ്പിക്ക്. ജീവിതത്തിൽ എപ്പോഴും ആദ്യ സ്ഥാനം കുടുംബത്തിനായിരിക്കണം. കമ്പനിയിലെ കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. ശരി അമ്മേ, ഞാൻ പൂജയിൽ പങ്കെടുത്തോളാം. അത് മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.